ബോഡിയെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ബാക്കിയുള്ള സ്ഥലത്തും മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനും ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനുള്ള ഇന്നിപ്പോൾ രാവിലെ അത് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും മൊബൈലായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു സേവനം, പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഡോക്ടർമാരുടെ സേവനം കൂടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പുകളിൽ ഭക്ഷണത്തിൻ്റെയോ മെഡിസിൻ്റെയോ ഏത് സാധനത്തിൻ്റെയും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പുറത്തുനിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ബോഡികൾ വരുമ്പോൾ ഫ്രീസറുകൾ കുറവുണ്ടെങ്കിൽ കണ്ടെയ്നറുകൾ ഫ്രീസറുകളാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഞങ്ങൾ ആരോഗ്യവകുപ്പിലെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. കണ്ടെയ്നറുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രീസറിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഫ്രീസ് ചെയ്ത കണ്ടെയ്നറുകൾ ഉപയോഗിക്കാം. ഫ്രീസർ കിട്ടാൻ ഇത്രയും ഡെഡ് ബോഡികൾ സൂക്ഷിക്കാനുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാമെന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് വീടുകളിലേക്ക് പോകാൻ പറ്റില്ല. ഒന്ന്, ഈ സ്ഥലത്ത് അവരുടെ വീട് നഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി വീട് വയ്ക്കാൻ പറ്റില്ല അവിടെ. അപ്പോൾ മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് വയ്ക്കുന്നത് വരെ ഈ ക്യാമ്പിൽ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വാടകയ്ക്കുള്ള വീടുകൾ അറേഞ്ച് കൊടുക്കണം. അതിൻ്റെ വാടക അവർ പുതിയ വീടെടുത്ത് ആ സ്ഥലം കണ്ടെത്തി വീട്ടിലേക്ക് താമസം മാറ്റുന്നത് വരെ അവരെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം. അങ്ങനെ എത്ര പേരാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവരെന്നുള്ള ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA യും എല്ലാം ഉൾപ്പെടെ ഒരു പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് കൂടുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റും കണക്കും ഉദ്യോഗസ്ഥന്മാരോടൊപ്പം തന്നെ സഹകരിച്ചെടുത്തിട്ട് സാധാരണ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടും കൃത്യമായി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ആ സർവകക്ഷി യോഗത്തിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും ഉണ്ടാവും. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് എങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാളത്തെ മീറ്റിംഗിൽ അതിൻ്റെ അകത്തൊരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാറ്റി താമസിപ്പിക്കുന്നത് വരെ സ്ഥലം കണ്ടെത്തി മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ഈ സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റില്ല, ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല അതൊരു പ്രോൺ ഏരിയയാണ്, ആക്സിഡന്റ് പ്രോൺ ഏരിയയാണ്. അങ്ങോട്ട് അവരെ പറഞ്ഞുവിടാനും പറ്റില്ല. വേറെ സ്ഥലം കണ്ടെത്തി വീട് വെക്കുന്നത് സ്വാഭാവികമായിട്ട് അതിനുള്ള ഒരു കാലതാമസം വരും. അതുവരെ റെന്റൽ ഹൗസിൽ വീട് എടുത്ത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ റെന്റ് അതുവരെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമുക്ക് എടുപ്പിക്കാൻ നമുക്ക് കഴിയും. ഇതാണ് അടിയന്തരമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. ക്യാമ്പിലൊന്നും ഒരു കാര്യത്തിനും കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഏത് സാധനം ഞങ്ങൾ MLA യോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനം ക്യാമ്പുകളിൽ വേണമെങ്കിലും, ഭക്ഷണ സാധനങ്ങളോ ഡ്രസ് മെറ്റീരിയൽസോ ഏത് സാധനം വേണമെങ്കിലും കൊടുക്കാൻ UDF പ്രവർത്തകർ തന്നെ തയ്യാറായിട്ടുണ്ട്. മീൻസ് ഇപ്പോൾ 2-3 ലോഡ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഒരു കുറവും അവർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് സാധനങ്ങൾ വേണ്ടി എത്തിക്കാമെന്ന് MLAക്ക് ഞങ്ങൾ ഉറപ്പ് കൊടുക്കാം. ഉറപ്പായിട്ട് എത്തിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് എത്തിക്കാം, പരിഹരിച്ചോളാം. രാവിലെ എത്തിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഇത് അവിടെ എത്തിച്ചിട്ടുണ്ട്, റിലീസാക്കി അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പൊ എത്തിച്ചോളാം. നമ്മളൊന്നും കൂടി ശ്രദ്ധിച്ചോളാം ആ കാര്യം. ഈ ദുരന്തത്തിന് എഫക്ട് ചെയ്യപ്പെട്ടതായിരിക്കുന്ന കുടുംബങ്ങൾ വലിയ മെന്റൽ ട്രോമയില്ല. ഞാൻ ഇന്നിപ്പോ രാവിലെ ഒരു 4 അവര് വേറെ കുടുംബ വീടുകളിൽ നേരിട്ട് അനുഭവം കണ്ട് മരിക്കുന്നത്, കുട്ടികൾ മരിക്കുന്നത്, വാവിട്ട് നിലവിളിക്കുന്നത്, മൂടിപ്പോകുന്നതൊക്കെ കണ്ടതായ ട്രോമ. അവര് ഉറങ്ങിയിട്ടില്ല, 2 ദിവസമായിട്ട് ഉറക്കം വരുന്നത്. അവർ പലരും മെന്റലി ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പോൾ അവർക്ക് മുഴുവൻ ഒരു കൗൺസിലിങ്ങും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ബാക്കിങ്ങും അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അത് ഉൾപ്പെടെ ഇപ്പം മെഡിക്കൽ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഫൈനൽ കൗൺസിലിംഗ്. പ്രതിപക്ഷ നേതാവ് അടക്കം അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ദുരന്ത മേഖലയായ അവിടേക്ക് ഇനി പുനരധിവാസം സാധ്യമല്ല. സുരക്ഷിതയിടത്തേക്ക് അവരെ മാറ്റി താമസിപ്പിക്കണം. അതിന് സമയം ആവശ്യമാണ്. അതുവരേക്ക് അവരെ വാടക വീട്ടിലേക്ക് മാറ്റേണ്ടി വരും. അത് നമ്മുടെ തുടർ പ്രവർത്തനങ്ങളാണ്. നമുക്കത് വേണ്ടി വരുന്ന ഇടമാണ്. അത് തീർച്ചയായും അങ്ങനെ നമുക്ക് നടത്തേണ്ടി വരും. അതുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ നീക്കത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്ന കാര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഈ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ടതായി ആ ദുരന്ത മേഖലയിൽ കൂടുതൽ ശാസ്ത്രീയമായ ഇടപെടലാണിപ്പോൾ ഈ
രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഒപ്പം അവിടെ അവശ്യ വസ്തുക്കളുടെ കുറവ് ഏതെങ്കിലും തരത്തിലുണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ സജീവമായി ഇടപെടുമെന്ന ഉറപ്പുകൂടി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഷംന സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ നിരവധി മൃതദേഹങ്ങളുണ്ട്. ഷംന, നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് ഈ നിലമ്പൂരെ സാഹചര്യമാണ്. നിലമ്പൂരിൽ നിന്നും മൃതദേഹങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് അവിടെ ബന്ധുക്കൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി അവസരം, അത് വയനാട്ടിലേക്കാണെങ്കിൽ കൂടുതൽ സൗകര്യമെന്നാണ്. എപ്പോഴേക്കും മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റി തുടങ്ങും? അത് എങ്ങനെ, അതിൻ്റെ ഒരു വ്യക്തത ഉണ്ടാവുന്നു? ആംബുലൻസുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് ആംബുലൻസുകൾ മാത്രമാണ് ഇവിടെ എത്തിയത്. ബാക്കിയുള്ള ആംബുലൻസുകൾ നിലമ്പൂർ ടൗണിൽ നിന്നും എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി തന്നെ ഇവിടെ നിലമ്പൂർ പ്രദേശത്തെ റോഡുകളെല്ലാം പൂർണ്ണമായി ആംബുലൻസുകൾക്ക് വരാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം മാറ്റി ആംബുലൻസുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പെട്ടെന്ന് തന്നെ കടന്നു വരാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആംബുലൻസുകൾ എത്തിച്ചേർന്നതിന് ശേഷം ഉടൻ തന്നെ മൃതദേഹങ്ങൾ മാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ആശുപത്രിയിൽ 3ഓളം ഫ്രീസറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ബാക്കിയുള്ള ഫ്രീസറുകൾ കൂടി എത്തിച്ചിട്ടുണ്ട്. 50-ൽ പരം ഫ്രീസറുകൾ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഓരോ ആംബുലൻസുകൾ എത്തുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആംബുലൻസുകൾ എത്തിച്ച് പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ മാറ്റുമെന്നാണ് ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ സൂചിപ്പിച്ചത്. ഷബീർ, യെസ്, മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ അവിടെ ഇപ്പോൾ മൃതദേഹങ്ങൾ അവിടേക്ക് കൊണ്ടുവരികയാണ്. ഷബീർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷബീർ, അവിടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരും അല്ലേ? ഈ നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹം അവിടേക്ക് കൊണ്ടുവരികയെന്നാണ്. ഷംന ഇപ്പോൾ നിലമ്പൂരുണ്ട്. ഷംന റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് വേഗത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതാണ്. ശരീരഭാഗങ്ങൾ അടക്കമാണ് അവിടെ ഉള്ളത് എന്നൊരു വലിയ ക്ലേശകരമായ, ദുഃഖിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന കാര്യം കൂടിയുണ്ട്. എപ്പോഴേക്കും അവിടുത്തെ നടപടികളും ഒരുക്കങ്ങളും അതെങ്ങനെ നടക്കുന്നു ഷബീർ? സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നമ്മൾക്ക് പുറകിൽ കാണുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പരിസരം, ഇത് നമ്മുടെ മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലും കമ്മ്യൂണിറ്റി ഹാളും സ്കൂളും എല്ലാം ചേരുന്ന ഒരു കോമ്പൗണ്ടാണ്. അവിടെ ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിന്റെ മുമ്പിൽ നമുക്ക് ആംബുലൻസുകൾ അങ്ങനെ നിർത്തിയിട്ട ദൃശ്യങ്ങൾ കാണാം. ഓരോ ആംബുലൻസുകളും ഓരോ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഓരോ സ്ഥലത്തു നിന്നും ലഭിക്കുന്ന മൃതദേഹങ്ങൾ നേരെ ഇപ്പോൾ കൊണ്ടുവരുന്നത്, നേരത്തെയൊക്കെ വിംസ് ആശുപത്രിയിലേക്കും അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത്. എന്നാൽ മൃതദേഹങ്ങളെല്ലാം ഇപ്പോൾ കൊണ്ടുവരുന്നത് ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന, മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിനോട് ചേർന്ന ഈ കമ്മ്യൂണിറ്റി ഹാളിൽ കിടത്തിയതിനു ശേഷം അവിടുന്ന് ബാക്കി നടപടികളെല്ലാം പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനും ശേഷം അവിടുന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് ഔദ്യോഗികമായ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം ബന്ധുക്കൾ സ്വീകരിച്ച് ഫ്യൂണറൽ കർമ്മങ്ങൾക്കായി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും തിരിച്ചറിയാൻ. അതിലേറ്റവും സങ്കടകരമായ കാര്യം സജിത്ത്, പലർക്കും ഈ അവർ മരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ അവരുടെ ബോഡി കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. പലരും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും, അതായത് ഈ മുണ്ടക്കൈ മേഖലയിലൊക്കെ വീട് പൂർണ്ണമായും തകർന്ന് വീട്ടിലുള്ള ആരെയും കാണാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ദൂരസ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ബന്ധുക്കളൊക്കെ ഇവിടെ വന്ന് ഇവിടെയാണ് ഇത് പരിശോധിച്ച് അവരുടെ ബന്ധുക്കളുടെ, അല്ലെങ്കിൽ കൂട്ടമായി നഷ്ടപ്പെട്ട അവരുടെ ബന്ധുക്കളുടെ മൃതദേഹം ഇവിടെ ഉണ്ടോ എന്ന് ഇവിടെ നിന്ന് നോക്കി പരിശോധിച്ച് അതിന്റെ മറ്റു നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു നടപടികളാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. ഇന്നലെ